ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ഉത്തരം ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ഉത്തരം ചെനാബ് പാലം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭ എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഉത്തരം ട്രാൻസ്ജെൻഡർമാർ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭ എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഉത്തരം ട്രാൻസ്ജെൻഡർമാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഉത്തരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഉത്തരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം മെലാറ്റോണിൻ. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം മെലാറ്റോണിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? ഉത്തരം അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? ഉത്തരം അയഡിൻ. 1847 ആദ്യ മലയാള പത്രമായ രാജ്യസമാചാരം ആരംഭിച്ചതാരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. 1847 ആദ്യ മലയാള പത്രമായ രാജ്യസമാചാരം ആരംഭിച്ചതാരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. 1847 മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം സ്ഥാപിച്ചതാരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. 1847 മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം സ്ഥാപിച്ചതാരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നതാരാണ്? ഉത്തരം കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നതാരാണ്? ഉത്തരം കെ രാമകൃഷ്ണപിള്ള. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം സംഘർഷഭരിതമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് മാറ്റാൻ ഇന്ത്യ നടത്തിയ ദൗത്യമേതാണ്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം സംഘർഷഭരിതമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് മാറ്റാൻ ഇന്ത്യ നടത്തിയ ദൗത്യമേതാണ്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ചൂഷണത്തിന് ഇരയായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹസ്പർശം. ചൂഷണത്തിന് ഇരയായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹസ്പർശം.